അമൃതം സംസ്കൃതം. ഓം നമഃ ശിവായ. ഭാഗ്യം ചെയ്ത പുണ്യാത്മാക്കളെ, ശിവപുരാണാന്തർഗതമായ സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ വിവിധങ്ങളായ അവതാരങ്ങളെ കുറിച്ച് നമ്മൾ ഇന്നലെ കേട്ടു. വൈശ്വാനരാവതാരം, യക്ഷേശ്വരാവതാരം, സുരേശ്വരാവതാരം, വ്യാഘ്രേശ്വരാവതാരം, ഇങ്ങനെ അനവധി അവതാര കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ ഗംഗാവതരണത്തിന്റെ ചരിത്രവും നമ്മൾ കേട്ടു. ഭഗീരഥ പ്രയത്നത്താൽ ആകാശത്തിൽ നിന്ന് ഗംഗ ഭൂമിയിലേക്ക് നിപതിച്ച കഥ. ആ കഥ ആരംഭിച്ചത് ഗോലോകത്തിൽ നിന്നാണ്. രാധാകൃഷ്ണ സ്വരൂപമാണ് ഗോലോകത്തിൽ നിന്ന് ബ്രഹ്മാവിന്റെ കമണ്ഡലിലേക്ക് വന്നു ചേർന്നതും പിന്നീട് വാമനാവതാര സമയത്ത് ഭഗവാന്റെ തൃപ്പാദങ്ങളെ സേചനം ചെയ്തുകൊണ്ട് ആ ഗംഗ സ്വർഗംഗയായി പരിണമിച്ചു എന്നും സ്വർഗംഗ ഭഗീരഥ പ്രയത്നത്താൽ സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ തിരുജടയിലേക്ക് ഊർന്നൊഴുകി ആ തിരുജടയിൽ നിന്ന് ത്രിപഥകയായി അനവധി നാമങ്ങളിൽ അഖണ്ഡ ഭാരതഭൂമിയിൽ ഒഴുകി നിറഞ്ഞു സമുദ്രത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കഥ വേണ്ടതുപോലെ സ്മരിക്കേണ്ട ഒരു സുദിനം കൂടിയാണ് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വൈശാഖ മാസം ആരംഭിക്കുകയാണ്. എന്താണ് ഈ വൈശാഖ മാസത്തിന്റെ പ്രത്യേകത? ചിത്രാ പൗർണമി കഴിഞ്ഞ്, ചിത്രാ നക്ഷത്രത്തിൽ പൗർണമി വരുന്ന ചാന്ദ്രമാസത്തെയാണ് ചൈത്രമാസം എന്ന് പറയുക. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന വളരെ വിശേഷപ്പെട്ടതായ ചാന്ദ്രമാസമാണ് വൈശാഖം. ഈ വൈശാഖം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഈശ്വരോപാസനകൾ ചെയ്യേണ്ടുന്നതായ ഒരു കാലമായി പുരാണങ്ങളിലെല്ലാം വൈശാഖമാഹാത്മ്യം പറഞ്ഞിരിക്കുന്നുണ്ട്. വിഷ്ണുധർമ്മസൂത്രം, നാരദപുരാണം, മത്സ്യപുരാണം, ഭവിഷ്യോത്തര പുരാണം, ഇവയിലെല്ലാം വൈശാഖത്തിന്റെ മാഹാത്മ്യം വർണ്ണിച്ചു കാണുന്നു. ഇതുകൂടാതെ വൈശാഖ മാഹാത്മ്യത്തെ വളരെ വിശേഷ രീതിയിൽ വർണ്ണിച്ചുകൊണ്ടുള്ള തനത് ഗ്രന്ഥങ്ങളുമുണ്ട്. മലയാളത്തിൽ കിളിപ്പാട്ട് രൂപത്തിലും ഗദ്യരൂപത്തിലും ഒക്കെ അനവധി കൃതികൾ ഉണ്ടായിട്ടുണ്ട്. സംസ്കൃത പുരാണ സാഹിത്യത്തിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി വൈശാഖ മാഹാത്മ്യത്തെ പറയുമ്പോൾ പ്രധാനമായും പറയുന്നത് ഈ മാസം ഈശ്വരോപാസനയ്ക്കുള്ള കാലം എന്ന് വെച്ചാൽ മറ്റുള്ള മാസങ്ങളിലൊന്നും ഈശ്വരോപാസന വേണ്ട എന്നല്ല. വൈശാഖത്തിൽ ഈശ്വരോപാസനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചൈത്രവും വൈശാഖവും ചേർന്ന ആ രണ്ട് ചാന്ദ്രമാസങ്ങളെയാണ് വസന്ത കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. വസന്തർത്തു യജ്ഞാദി കർമ്മങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ, പഴയകാലത്ത് നടക്കുന്നതായ യാഗകർമാദികൾ, അതിരാത്രം, സോമയാഗം, അഗ്നിഷ്ടോമം, വാജപേയം, ഇങ്ങനെയുള്ള അനവധി യാഗങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലമായി വേദത്തിൽ പോലും വർണ്ണിച്ചിട്ടുണ്ട്. നമുക്കറിയാം വേനൽക്കാലമാണ്. സ്വാഭാവികമായി അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം
എങ്കിലും ഈ സമയത്താണ് നമുക്ക് പ്രകൃതിയുടെ ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഭാവങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പൊ തീർത്ഥാടന കാലഘട്ടം കൂടിയാണ് വൈശാഖം എന്നുള്ളതിനാൽ പഴയ കാലത്ത് ഗൃഹങ്ങളിൽ ഈ സമയത്ത് വരുന്നവരായിരിക്കുന്ന അതിഥികൾക്ക് കുട, വടി, ചെരുപ്പ്, അന്നം, യാത്രാ ചെലവിലുള്ള സമ്പത്ത് ഇത് ദാനം ചെയ്യുക എന്നൊരു പതിവ്. ഈ ദാനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതായ വർണ്ണനകളൊക്കെ നമുക്ക് പുരാണങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഈ വൈശാഖ മാസത്തിൽ ആദ്യം വരുന്ന പുണ്യ ദിവസമാണ് അക്ഷയ തൃതീയ. നാളെയാണ് അക്ഷയ തൃതീയ അല്ലേ? ഈ അക്ഷയ തൃതീയയ്ക്ക് എന്താ ഇത്ര വലിയ പ്രാധാന്യം? അക്ഷയം എന്ന വാക്കിൽ തന്നെ ആ ദിവസത്തിന്റെ മഹത്വം വ്യക്തമാക്കിയിരിക്കുന്നു. അന്നത്തെ ദിവസം ചെയ്യുന്നതായ പുണ്യകർമ്മങ്ങൾ അക്ഷയമായിരിക്കും എന്നാണ് അതിന്റെ സങ്കല്പം. വളരെ ലളിതമാണ്. പുരാതന കാലം മുതലേ ഈ അക്ഷയ തൃതീയയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അന്നത്തെ ദിവസത്തെ കർമ്മങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പുരാണങ്ങളിൽ പഠനങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ അക്ഷയ തൃതീയ ദിവസമാണ് ബലരാമൻ ജനിച്ചത് എന്നൊരു സങ്കല്പമുണ്ട്. അതുപോലെ തന്നെ പരശുരാമന്റെ ജനനവും ഈ അക്ഷയ തൃതീയയിലാണ്. ഈ വൈശാഖ മാസത്തിൽ തന്നെയാണ് നരസിംഹ ജയന്തിയും വരുന്നത്. അപ്പോൾ ബലരാമൻ, പരശുരാമൻ, നരസിംഹം 3 അവതാരങ്ങൾ ഈ വൈശാഖ മാസത്തിലാണ്. അതും അതിൻ്റെ പ്രത്യേകതയാണ്. അപ്പൊ പുരാണങ്ങളൊക്കെ ഈ ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അന്നത്തെ മനുഷ്യൻ ചെയ്യേണ്ടതെന്ത് എന്നതിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ തരുമ്പോൾ പ്രധാനമായും പറയുന്നത് ദാനമാണ്. ഈ വൈശാഖ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ പുണ്യം അക്ഷയമായിരിക്കും എന്ന് പറഞ്ഞതിനർത്ഥം ഈ മാസം ആവുന്നത്ര സൽക്കർമ്മങ്ങൾ ചെയ്യാം. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സെപ്പോഴും വിഷയസുഖങ്ങളിലേക്ക് ലാലസരായിക്കൊണ്ടിരിക്കും. വിഷയസുഖങ്ങൾ വേണ്ട എന്ന് ഒരു പുരാണവും പറഞ്ഞിട്ടില്ല, ഒരു മഹർഷിമാരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വിഷയസുഖങ്ങൾ അമിതമാകുമ്പോൾ സുഖം സുഖമല്ലാതാണ് അല്ലേ? ഒരുപാട് ഒരേ കാര്യം തന്നെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ടാവും? ആ കാര്യത്തോട് മതിപ്പില്ലാതായി. ചിരപരിചയാത് അവജ്ഞാഭവതി എന്ന് പ്രമാണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സുഖം സുഖമായി മാറണമെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഈ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നൊക്കെ വിട്ട് ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നതായ ഒരു പരിശീലനം നമുക്ക് ആവശ്യമാണ്. ഋഷീശ്വരന്മാരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എളുപ്പമല്ലാത്തത് കൊണ്ട് കാരണവന്മാർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈശ്വരോപാസനയെ ചെയ്യുക. നാവിനെ എങ്ങനെയാ നിയന്ത്രിക്കുക? നാമം ജപിച്ചുകൊണ്ട് നാവിനെ നിയന്ത്രിക്കുക. എന്തായാലും നാമം ജപിക്കുമ്പോൾ നമ്മൾ നുണ പറയാനോ മറ്റുള്ളവരെ കുറ്റം പറയാനോ ഒന്നും പോകുന്നില്ലല്ലോ അല്ലേ? ചെവിയെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? ഈശ്വര കഥകൾ കേൾക്കുക, സങ്കീർത്തനങ്ങൾ കേൾക്കുക, സംഗീതാദികൾ കേൾക്കുക. എത്തരത്തിലുള്ള സംഗീതം? ഈശ്വരീയമായിരിക്കുന്ന ഭാവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണർത്തുന്ന തരത്തിലുള്ളതായ ആ സംഗീതത്തിൽ മുഴുകുക. കൈകാലുകളെ കൊണ്ട് എങ്ങനെയാ നല്ലത് ചെയ്യാം? കൈകളെ കൊണ്ട് ഈശ്വര പൂജകൾ നിർവഹിക്കുക, ഈശ്വര പൂജകൾക്കുള്ള സമർപ്പണങ്ങൾ ചെയ്യുക. പൂജ അറിയാത്തവരാണെങ്കിൽ പൂജയ്ക്ക് വേണ്ടതായ പുഷ്പം മുതലായവയൊക്കെ സമാഹരിച്ച് ആ പൂജ എവിടെയാണോ നടക്കുന്നത് അവിടേക്ക് നമ്മൾ സമർപ്പിക്കുക. കാലുകൊണ്ടോ അത്തരം സത്സംഗങ്ങൾ നടക്കുന്ന
ഈശ്വര കഥകൾ വിചാരം ചെയ്യുന്ന യജ്ഞവേദികളിലേക്ക്, ഈശ്വരോപാസന നടക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് സഞ്ചരിക്കുക, തീർത്ഥാടനം ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള ഉപാധി നമ്മുടെ പൂർവികർ പറഞ്ഞത്. ഇപ്പൊ വൈശാഖ മാസം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട 3 അവതാരങ്ങൾ നടന്നത് ഈ വൈശാഖ മാസത്തിലാണ് എന്ന് പറഞ്ഞു. അതുകൂടാതെ ഭഗവതിയുടെ വളരെ വിശേഷപ്പെട്ട 2 അവതാരങ്ങളും ഈ വൈശാഖ മാസത്തിലാണ് ഉണ്ടായത്. ഒന്ന് മാതങ്കി, മറ്റൊന്ന് അന്നപൂർണേശ്വരി. അന്നപൂർണേശ്വരി എന്തിന്റെ പ്രതീകമാണ്? അന്നം എന്ന തത്വത്തിന്റെ പ്രതീകമാണ്. അന്നപൂർണേശ്വരിയുടെ രൂപം തന്നെ അങ്ങനെയാണ്. ഒരു കയ്യിൽ കയ്യിലാണ്, മറ്റൊരു കയ്യിൽ പാത്രമാണ്. അന്നം വിളമ്പുന്ന ഭാവത്തിലുള്ള ഭഗവതിയാണ് അന്നപൂർണേശ്വരി. അപ്പൊ അതുകൊണ്ടാണ് വൈശാഖ മാസത്തിൽ അന്നദാനം വളരെ വിശേഷമാണ്. അപ്പോൾ ഈ എല്ലാ പുണ്യകർമ്മങ്ങളും സഞ്ചയിക്കുന്നതാണ് യജ്ഞാദികൾ. നമ്മളിപ്പോൾ ചെയ്യുന്ന യജ്ഞവും എന്തൊക്കെയുണ്ട്? ഇവിടെ പൂജകളുണ്ട്, ഉപാസനകളുണ്ട്, നാമസങ്കീർത്തനാദികളുണ്ട്, ഭഗവത് കഥകൾ കേൾക്കുന്നു, പുരാണം വായിക്കുന്നു, അന്നദാനം നടത്തുന്നു. ചില ആളുകളൊക്കെ പറയും അന്നം കൊടുക്കേണ്ടത് വിശക്കുന്നവനാണ്, അല്ലാതെ 3 നേരവും ഭക്ഷണത്തിന് വകയുള്ള ആൾക്കാർക്കൊന്നുമല്ല അന്നദാനം നടത്തേണ്ടത്, ദരിദ്രന്മാർക്കാണ് അന്നദാനം നടത്തേണ്ടത്. ഒക്കെ ശരിയാണ്. പക്ഷെ അന്നം ദരിദ്രന്മാർക്ക് മാത്രം മതിയോ? സമ്പന്നർക്കും അന്നം വേണ്ടേ? ഭക്ഷണം എന്ന് പറയുന്നതിന് ദരിദ്രനെന്നോ സമ്പന്നനെന്നോ ഒരു ഭേദബുദ്ധിയില്ല. 3 നേരമല്ല 4 നേരം ഇഷ്ടം പോലെ ഭുജിക്കാൻ സമ്പത്തുള്ള ആളുകളും ഒരു യജ്ഞം നടക്കുമ്പോൾ, ഒരു ക്ഷേത്രത്തിലെ ഒരു ഉത്സവം നടക്കുമ്പോൾ അവിടെ അന്നദാനം ഉണ്ടെങ്കിൽ അവിടേക്ക് വരുന്നത് ആ അന്നം ഈശ്വരീയമായ പ്രസാദമാണ് എന്ന ഭാവത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അന്നം ഈശ്വരനാണ് എന്ന സങ്കല്പം നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് രാജാവ് വന്നാലും എഴുന്നേറ്റ് കൊടുക്കരുത് എന്ന് പറയും. കാരണം അവിടെ രാജാവിനേക്കാൾ വലിയ രാജാവിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അത് ആരാണ്? അന്നരാജാവാണ്. അപ്പൊ അന്നദാനത്തിന്റെ മഹത്വം അതാണ്. ആര് വന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് ഏറ്റവും വലിയ പുണ്യമാണ്. ആ വന്നത് ദരിദ്രനായിക്കോട്ടെ സമ്പന്നനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ. ഇനി മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷി മൃഗാദികൾക്കും നമ്മളെ കൊണ്ടാവുന്ന പോലെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് മഹത്തരമായ ദാനമാണ്. അത് വൈശാഖത്തിലെ ഏറ്റവും പുണ്യകർമ്മമായി പറയുന്നു. അക്ഷയ തൃതീയയിൽ അതിന് വളരെയധികം പ്രാധാന്യം. ഇപ്പൊ ബലരാമന്റെ അവതാര ദിവസം, നരസിംഹ ജയന്തി വരുന്ന മാസം, അക്ഷയ തൃതീയ പരശുരാമന്റെ ജന്മദിനമാണ്. ഇങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ പുരാണങ്ങള് വർണ്ണിച്ചിട്ടുണ്ട്. ഈ ദിവസം ഗുരുവായൂരിൽ വളരെ പ്രാധാന്യമുണ്ട്. വിശേഷമായിരിക്കുന്നതായ പൂജകളും വിശേഷങ്ങളായിരിക്കുന്നതായ യജ്ഞതുല്യമായ അനവധി കർമ്മങ്ങളും ഗുരുവായൂർ നടക്കും. ഗുരുവായൂർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ വൈശാഖ മാസത്തിൽ വളരെ വിശേഷപ്പെട്ടതായ യജ്ഞാദി ദാനാദി കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചോറ്റാനിക്കരയിൽ ലക്ഷ്മീനാരായണ പൂജ വിശേഷമായി നടക്കുന്ന കാലമാണ് വൈശാഖ മാസക്കാലം. അക്ഷയ തൃതീയയെ കുറിച്ച് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ അക്ഷയ തൃതീയ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പത്രത്തിലും TV-യിലുമൊക്കെ പലതരം പരസ്യങ്ങളൊക്കെ കാണും. മിക്കതും പരസ്യങ്ങൾ കാണും വ്യവസായ സ്ഥാപനങ്ങളുടെ പരസ്യമാണ്. അതിൽ തന്നെ രത്നവ്യാപാരം ചെയ്യുന്ന ആളുകൾ അക്ഷയ തൃതീയ ദിവസം വിശേഷമായ ഡിസ്കൗണ്ടുകളോ ഒക്കെ തന്ന് നമ്മളെ അക്ഷയ തൃതീയ എന്ന ഒരു പേരും പറഞ്ഞ് അവിടെയൊക്കെ ക്ഷണിക്കുന്ന, സ്വാഗതം ചെയ്യുന്ന പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനെ പലരും കളിയാക്കാറുണ്ട്. ഇപ്പൊ ഈ വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ കാലഘട്ടമാണല്ലോ. ഈ 2-3 ദിവസം മുമ്പേ തന്നെ തുടങ്ങി. അല്ലെങ്കിലും ഹിന്ദുക്കൾ ആചരിക്കുന്നതായ ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ ഉണ്ടെങ്കിൽ ആ വിശേഷ ദിവസം ആരംഭിക്കുന്നതിന് മുമ്പേ ആ വിശേഷ ദിവസത്തെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ളതായ സന്ദേശങ്ങളും
വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അത് യുക്തിവാദികളാണോ, ഈശ്വരവാദികളാണോ, അതോ ഈ ഹിന്ദുധർമ്മത്തെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ ഇത്തരത്തിൽ അതിന് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നറിയില്ല, അതോ ഈ അറിവില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം നമുക്കിത് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മളിത് വേണ്ടതുപോലെ മനസ്സിലാക്കണം. എന്താ അക്ഷയ തൃതീയ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായി ഉത്തരം പറയാൻ നമുക്ക് സാധിക്കണം. ആ ഉത്തരത്തിൽ വളരെ പ്രധാനമാണ് ഒന്ന്, പരശുരാമന്റെയും ബലരാമന്റെയും ജന്മദിനമായിട്ടാണ് നമ്മൾ അക്ഷയ തൃതീയയെ കണക്കാക്കുന്നത്. ഇതിന്റെയൊക്കെ ചരിത്രം എന്താണ്, ഭൗതികമായി ഇതിന്റെ തെളിവുകൾ എന്താണ് എന്നൊക്കെ ചോദിച്ചു വരുന്നവരോട് നമുക്ക് ആകെ കൂടി കാണിക്കാനുള്ളത് പുരാണങ്ങൾ പറഞ്ഞു തന്നതും ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നതുമായ കാര്യങ്ങളാണ്. നമ്മൾ അതിനെയാണ് സ്വീകരിക്കുന്നത്. ഭാരതീയരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ വെറുതെ പദാർത്ഥങ്ങളെ നിരീക്ഷണം ചെയ്തുകൊണ്ട് മാത്രം ഭാരതീയ സനാതന ധർമ്മത്തിന്റെ മഹത്തരമായിരിക്കുന്ന പൗരാണികതയോ അതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന വസ്തുതകളെയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം ഇത് വൈജ്ഞാനിക ചരിത്രമാണ്, അറിവിൻ്റെ ഒരു പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെത്. അറിവ് സംരക്ഷിച്ചു വെക്കുന്നത് പലപ്പോഴും ചിത്രങ്ങളിലോ ശിലാലിഖിതങ്ങളിലോ ശില്പങ്ങളിലോ അല്ലെങ്കിൽ സംഗീതാദി കലകളിലൂടെയോ സാഹിത്യാദി കലകളിലൂടെയോ പുരാണങ്ങളിലൂടെയോ ഒക്കെ ആയിട്ടാണ്. അതും ഒരു കാലഘട്ടം വരെ പകർന്നു കൊടുത്തത് ശ്രുതിരൂപേണയാണ്. ശ്രുതിരൂപേണ പകർന്നു കൊടുത്തതായ ആ അറിവുകളാണ് 64 കലകളായി സംസ്കൃതിയായി പരിണമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ളതായ പ്രധാനപ്പെട്ട ഉത്സവങ്ങളുടെ, ആഘോഷങ്ങളുടെ, യജ്ഞങ്ങളുടെ, ചില സുദിനങ്ങളുടെ ഒക്കെ ചരിത്രം അന്വേഷിച്ചു പോകുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ചരിത്ര വിശകലനത്തിന്റെ രീതി സ്വീകരിച്ചാൽ നമുക്കിതിന്റെ സാങ്കത്യം മനസ്സിലാവുകയില്ല. ഋഷി പരമ്പരകൾ അനുശാസനം ചെയ്ത ചില ധർമ്മമാർഗങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുക എന്നതാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം ഈശ്വരോപാസനയാണ്. അപ്പോൾ വൈശാഖമാസ ആരംഭം, ആ വൈശാഖത്തിലെ ആദ്യത്തെ തൃതീയ, ശുക്ലപക്ഷത്തിലെ തൃതീയ അക്ഷയ തൃതീയയായി നമ്മൾ ആഘോഷിക്കുമ്പോൾ അന്നാണ് കൃതയുഗം ആരംഭിച്ചത് എന്ന് കൂടി പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട്. കൃതയുഗാരംഭം, യുഗാരംഭമായിട്ടാണ് അന്നത്തെ ദിവസത്തെ കാണുന്നത്. യുഗാരംഭം മാത്രമല്ല, നേരത്തെ പറഞ്ഞ അന്നപൂർണേശ്വരിയുടെയും മാതംഗിയുടെയും ബലരാമന്റെയും പരശുരാമന്റെയും ഒക്കെ അവതാര ദിവസം എന്ന സങ്കല്പത്തെ കൂടാതെ മറ്റൊരു മനോഹരമായ സങ്കല്പം കൂടിയുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. സ്വർഗംഗ സാക്ഷാൽ മഹാദേവന്റെ തിരിച്ചടയിലൂടെ ഭഗീരഥ പ്രയത്നത്താൽ, ഭഗീരഥന്റെ പ്രാർത്ഥനയാൽ ഭാരതഭൂമിയിലാകമാനം ഒഴുകി നിറഞ്ഞ ഒരു സുദിനമായി നമ്മൾ ഈ അക്ഷയ തൃതീയയെ കാണുന്നു. അന്ന് ഒഴുകി തുടങ്ങിയ ഗംഗ ഇതുവരെ ക്ഷയിച്ചിട്ടില്ല. ഉണ്ടോ? അക്ഷയമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അന്നത്തെ ദിവസം രത്നവ്യാപാരികള് അല്ലെങ്കിൽ വസ്ത്രവ്യാപാരികള് അല്ലെങ്കിൽ മറ്റു വ്യവസായങ്ങൾ ചെയ്യുന്നവര് ഇതൊക്കെ വാങ്ങാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്ന പരസ്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഈ അക്ഷയം എന്ന വാക്ക് തന്നെയാണ്. അന്നത്തെ ദിവസം എന്ത് പുണ്യകർമ്മം ചെയ്താലും അതൊരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അന്ന് നമുക്ക് ലഭിക്കുന്ന സമ്പത്ത്, അത് നമുക്ക് എന്നും അനുകൂലമായി വർത്തിക്കും എന്നൊരു സങ്കല്പം കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് സമ്പത്ത് ആഗ്രഹിക്കുന്നവര് ആ സമ്പത്ത് നേടാൻ വേണ്ടി ഈ ദിവസത്തിന്റെ അർത്ഥത്തെ വ്യാഖ്യാനിക്കും. അതിൽ തെറ്റ് പറയാൻ സാധിക്കും? ഇന്നത്തെ ദിവസം രത്നം വാങ്ങിക്കഴിഞ്ഞാൽ ആ രത്നം കൊണ്ട് വാങ്ങുന്നയാൾക്ക് അക്ഷയമായ സമ്പത്ത് ലഭിക്കും എന്ന് വാങ്ങുന്നയാൾ സങ്കല്പിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് എന്തർഹതയാണുള്ളത്? അത് വിൽക്കുന്നവനും അതുകൊണ്ട് ലഭിക്കുന്ന സമ്പത്ത് അന്ന് അക്ഷയമാണെന്ന് വിൽക്കുന്നവൻ ചിന്തിച്ചാൽ അതിലെന്തെങ്കിലും തെറ്റ് പറയാൻ സാധിക്കും? ഞാൻ ഈ അടുത്ത കാലത്ത് ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന അക്ഷയ തൃതീയയെ കുറിച്ചുള്ള ഒരു മോശമായ ഒരു അഭിപ്രായം കണ്ടപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു പ്രചരണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങളുമായി അതൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അതിൽ വന്നിരിക്കുന്നത് ഇതാണ്:
ഏപ്രിൽ ഫൂൾ പോലെ വിഡ്ഢികൾ ആചരിക്കുന്ന മറ്റൊരു ദിനമാണ് അക്ഷയ തൃതീയ എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഏപ്രിൽ ഫൂൾ നമുക്കറിയാം വിഡ്ഢി ദിനമായിട്ട് ആഘോഷിക്കാറുണ്ട്. പണ്ടൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അന്നത്തെ ദിവസം ആരെങ്കിലും പറ്റിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അനവധി കുസൃതികൾ കാണിച്ചിട്ടുണ്ട്. ഇത് ആരാ തുടങ്ങി വെച്ചത്? ആർക്കറിയാം അല്ലേ? ഇത് കൂടാതെ നമുക്ക് വാലന്റൈൻസ് ഡേ ഉണ്ട്. വാലന്റൈൻസ് ഡേ പ്രേമദിനം, പ്രേമത്തിനായിട്ടൊരു ദിവസം. അന്നത്തെ ദിവസം ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു പൂവ് കൊടുക്കുക, ഇഷ്ടമാണെന്ന് പറയുക, അങ്ങനെ പ്രേമം പൂത്തുലയും എന്നൊക്കെയുള്ള സങ്കല്പം ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട് അല്ലേ? ഇതിൻ്റെയൊക്കെ ഐതിഹ്യത്തെ ചകഞ്ഞു പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊന്നും കൂടാതെ നമ്മൾ വളരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ദിവസങ്ങളുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ. സ്വതന്ത്ര ഇന്ത്യ ഉണ്ടായതിനു ശേഷം കേരള സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം എത്രയെത്ര ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നു. പരിസ്ഥിതി ദിനം, വായനാ ദിനം, അല്ലേ? പരിസ്ഥിതി ദിനം ആഘോഷിക്കുമ്പോൾ എന്താ അതിന്റെ സന്ദേശം? നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നുള്ളൊരു സന്ദേശമല്ലേ? അത് ആ ദിവസം മാത്രമാണോ സംരക്ഷിക്കേണ്ടത്? അല്ല, അതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ദിവസം പ്രഖ്യാപിക്കുന്നു. അത്രയും. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസമാണ് അന്ന്. അന്നത്തെ ഒരു ദിവസം മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം? അല്ല, അന്നത്തെ ദിവസത്തെ നമുക്ക് എന്നേക്കും ലഭിച്ച ആ സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുണയാൻ വേണ്ടി നമ്മൾ ആഘോഷിക്കുന്നു. റിപ്പബ്ലിക് ഡേ, നമുക്ക് സ്വന്തമായ ഒരു ഭരണവ്യവസ്ഥ നിലവിൽ വന്നതായ ആ ദിവസത്തെ നമ്മൾ ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്നു, ആദരിക്കുന്നു. വായനാ ദിനം എന്ന് പറയുമ്പോൾ അന്ന് മാത്രം പുസ്തകം വായിച്ചാൽ മതി എന്നാണോ അർത്ഥം? അല്ല, വായനയുടെ പ്രാധാന്യം എന്താണെന്ന് ലോകത്തിന് ബോധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ അന്നത്തെ ദിവസത്തെ സ്വീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയല്ലേ ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, അമ്മയ്ക്കൊരു ദിവസം, അച്ഛനൊരു ദിവസം, മക്കൾക്കൊരു ദിവസം, കൂട്ടുകാർക്കൊരു ദിവസം, ഇങ്ങനെ പോയി ആരോഗ്യത്തിനൊരു ദിവസം, അല്ലേ? സ്ത്രീകൾക്കൊരു ദിവസം, വിമൻസ് ഡേ. എന്തൊക്കെയുണ്ട് ഇവിടെ? ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? അന്നത്തെ ദിവസം ഏത് പേരിൽ ആ ദിവസത്തെ നമ്മൾ ഓർമ്മിക്കുന്നുവോ ആ ഒരു യാതൊരു കാര്യത്തെക്കുറിച്ചാണോ ആ ദിനം ഓർമ്മിക്കാൻ നമ്മളോട് പറയുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അതിനെ ചേർത്ത് വെക്കുക എന്നേ അർത്ഥമുള്ളൂ. ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായതായ ഇത്തരത്തിലുള്ള ചില ദിവസങ്ങളുടെ പ്രാധാന്യം ചില പ്രത്യേകമായ പ്രസ്ഥാനങ്ങളുടെയോ വ്യക്തിബോധങ്ങളുടെയോ ബന്ധങ്ങളുടെയോ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതിനായി നമ്മൾ സ്വീകരിച്ചു എന്ന് പറയുന്നത് പോലെ അതിപുരാതന കാലഘട്ടം മുതലേ നമുക്ക് ചില പ്രത്യേക ദിവസങ്ങൾ, ചില പ്രത്യേക കാര്യങ്ങളുടെ മഹത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പുരാണകാരന്മാർ പറഞ്ഞു തന്നു. അതിലൊന്നാണ് അക്ഷയ തൃതീയ. എന്താ അക്ഷയ തൃതീയയിൽ പറഞ്ഞത്? നിങ്ങൾ ദാനം ചെയ്യൂ എന്നല്ലേ പറഞ്ഞത്? അതത്ര മോശം കാര്യമാണ്? ആണോ? അതാണോ വിഡ്ഢികളുടെ ദിനമായി ആചരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? എന്ത് യുക്തിയാണ് അതിനുള്ളത്? യുക്തി ഉള്ളവരാണോ ഈ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നില്ല. തീരെ യുക്തിയില്ലാത്തവരും വിചാരശീലമില്ലാത്തവരുമാണ് ഇത്തരത്തിൽ ഹിന്ദുധർമ്മത്തിൽ പറയുന്നതായ കാര്യങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ ഇകഴ്ത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി വാചാടോപം ചെയ്യുന്നത്. എന്തെങ്കിലും കുതർക്കങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ലത് പറയുന്ന ആളുകളെ വ്യക്തിഹത്യ ചെയ്ത് അതിനെ നശിപ്പിക്കാനായി ഘോരം പ്രസംഗിക്കുന്നവരായ ചില ആളുകൾ. നമ്മൾ അവരെ പരിഗണിക്കേണ്ട കാര്യമില്ല. എങ്കിലും കുറേ ആവർത്തിച്ചു കഴിഞ്ഞാൽ നുണ യാഥാർത്ഥ്യമായി മാറും എന്ന് പലരും പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ മോശം എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം പിന്നെ വരുന്നവരൊക്കെ അതിനെ മോശമാണോ എന്ന് സംശയിക്കാൻ തുടങ്ങും. പിന്നെ വരുന്നവര് അത് മോശമാണെന്ന് സ്ഥിരീകരിക്കും. അങ്ങനെ പുതിയ തലമുറയെ വഴിതെറ്റിക്കുവാനുള്ള ഒരു പ്രവണത ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയണ്ടേ, നമ്മൾ ആചരിക്കുന്ന കാര്യങ്ങളുടെ മഹത്വം എന്താണ്?
അക്ഷയ തൃതീയയുടെ മഹത്വം എന്താണെന്ന് നമ്മൾ പറയണ്ടേ? എന്തൊക്കെയാണ് അതിന്റെ മഹത്വം? യുഗാരംഭമായി നമ്മൾ ആഘോഷിക്കുന്നു, നമ്മൾ അതിനെ കരുതുന്നു. കൃതയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ്സിന്റെയും ധ്യാനത്തിന്റെയും മഹത്വത്തെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു യുഗമാണ്. ഋഷി സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു യുഗമാണ്. വേദത്തിന്റെ മഹത്വത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു യുഗമാണ്. അതുകൂടാതെ ബലരാമൻ എന്ന് പറയുന്നത് അനന്തമൂർത്തിയുടെ അവതാരമാണ്. എന്തുകൊണ്ടാണ് രത്നവ്യാപാരികൾ രത്നത്തിന് പ്രാധാന്യം കൊടുത്ത് അന്ന് ആ രത്നം വാങ്ങാനുള്ളതായ ഒരു സുദിനമായി അതിനെ കരുതുന്നത്? അതിനുമുണ്ടൊരു യുക്തി. ആ യുക്തിക്ക് പ്രാധാന്യം എന്താ? ബലരാമന്റെ ജന്മദിനം എന്നുള്ളത് കൊണ്ടാണ്. ബലരാമൻ ആരാണ്? അനന്തമൂർത്തിയുടെ അവതാരമാണ്. അനന്തമൂർത്തി ആരാണ്? സർപ്പങ്ങളുടെ നാഥനാണ്. നമുക്ക് പൗരാണികമായൊരു സങ്കല്പമുണ്ട്, രത്നങ്ങളെല്ലാം സർപ്പങ്ങളുടെ അധീനതയിലാണ് എന്നൊരു സങ്കല്പമുണ്ട്. മാണിക്യം, വൈഡൂര്യം, മരതകം മുതലായ രത്നങ്ങളെയൊക്കെ നമ്മൾ അതിൻ്റെ അധിപന്മാരായി കരുതുന്നത്, രക്ഷകരായി കരുതുന്നത് സർപ്പങ്ങളാണ്. കാരണം സർപ്പങ്ങളുടെ വാസം എവിടെയാണ്? പാതാളാദി ലോകങ്ങളിലാണ്. നാഗലോകം, ഈ രത്നങ്ങളുടെ ലോകമാണ് നാഗലോകം എന്നാണ് പറയുക. ഈ രത്നങ്ങളൊക്കെ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതല്ലേ അല്ലേ? കൃത്രിമമായി ഉണ്ടാക്കുന്നവയുമുണ്ട്, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രത്നങ്ങൾ സംരക്ഷിച്ചു വെക്കുന്ന ഒരു ദേവതാ സങ്കല്പം, ആ ദേവതാ സങ്കല്പത്തിലെ അനന്തമൂർത്തി മനുഷ്യാവതാരം കൊണ്ട ദിനത്തെ രത്നങ്ങൾക്ക് പ്രാധാന്യമുള്ള ദിവസമായി കരുതുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? ഉണ്ടോ? അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരല്ലേ യഥാർത്ഥത്തിൽ വിട്ടു അല്ലേ? പരശുരാമ ജയന്തിയായി നമ്മൾ ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ മാതങ്കി, അന്നപൂർണേശ്വരി എന്ന ദേവിമാരുടെ അവതാര ദിവസമായി ഇതിനെ കരുതുന്നത് കൊണ്ട് ഭഗവതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പൂജകളും ഈ അക്ഷയ തൃതീയ ദിവസവും ആ വൈശാഖ മാസത്തിലും നമ്മൾ ആചരിക്കുന്നു. സത്യത്തിൽ വർഷത്തിലെ ഏറ്റവും ആദരണീയമായ ദിവസമായിട്ടാണ് അക്ഷയ തൃതീയയെ നമ്മൾ കാണുന്നത്. ഏറ്റവും ആദരണീയമായ ദിവസം. കാരണം മനുഷ്യരെ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ അക്ഷയ തൃതീയയുടെ സന്ദേശം എന്താ? നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിക്കണം എന്നുള്ളതാണ് അക്ഷയ തൃതീയയുടെ ഏറ്റവും മഹത്തരമായ സന്ദേശം. ദാനം ചെയ്യാം, ദാഹിക്കുന്നവർക്ക് ജലം കൊടുക്കുക. കുട ദാനം ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ദ്വിജന്മാർക്ക് ദാനം ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും വ്യാഖ്യാനിച്ചു ദ്വിജന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാണ്. ഇവിടെ ബ്രാഹ്മണർക്കാണ് ദാനം. ദ്വിജശബ്ദത്തിന് രണ്ട് ജന്മമെടുത്തവർ എന്നാണ്, രണ്ടാം ജന്മത്തിലൂടെ കടന്നു പോകുന്നവരെന്നാണ്. നമ്മളെല്ലാവരും ഈ രണ്ട് ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ദ്വിജശബ്ദത്തിന് പക്ഷികളെന്ന് അർത്ഥമുണ്ട്. കാരണം മുട്ടയായി ആദ്യത്തെ ജന്മവും മുട്ട വിരിഞ്ഞുണ്ടാകുന്നവ രണ്ടാമത്തെ ജന്മം. അതുപോലെ മനുഷ്യർക്ക് ആദ്യത്തെ ജന്മം എന്ന് പറഞ്ഞാൽ ബാല്യമാണ്. പ്രത്യേകിച്ച് ഒന്നിനെ കുറിച്ചും ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ അച്ഛനമ്മമാരുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടം കഴിഞ്ഞ് രണ്ടാമതൊരു ജന്മമുണ്ട് നമുക്ക്. ആ ജന്മം ബ്രഹ്മചര്യ കാലഘട്ടമാണ്, വിദ്യാഭ്യാസ കാലഘട്ടമാണ്. അപ്പോൾ ദ്വിജന്മാർക്ക് ദാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിദ്യാർത്ഥികൾക്ക് ദാനം ചെയ്യണമെന്നാണ്. പഴയ കാലത്ത് ഗുരുകുലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവര് കാട്ടിലേക്കും മേട്ടിലേക്കും ഒക്കെ യാത്ര ചെയ്തുകൊണ്ടാണ് ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആ ഗുരുകുലത്തിന് വേണ്ടതായിരിക്കുന്ന യാതൊരു കൃഷിയുണ്ടോ ആ കൃഷിയെ ചെയ്യുന്നു. എല്ലാ ഗുരുകുലങ്ങളും കൃഷിയുണ്ടായിരുന്നു. ആ കൃഷി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് കാർഷിക ദിവസമായി കൂടി അക്ഷയ തൃതീയയെ കാണുന്നു. കൃഷിക്ക് പ്രാധാന്യമുള്ള ദിവസം, കർഷകരുടെ സുദിനം. കർഷകരെന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ഗുരുകുലങ്ങളിൽ പഠിച്ചിരുന്ന ബ്രഹ്മചാരികൾ കർഷകരായിരുന്നു. അവര് ധാന്യം വിതച്ചിരുന്നു. ഗുരുകുലത്തിന് വേണ്ടതായ അന്നം അവിടെ തന്നെ ഉണ്ടാക്കുക എന്ന ഒരു പ്രക്രിയ അന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഉപനിഷത്തുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. ശ്വേതകേതുവിന്റെ കഥയും ഒക്കെ നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്, ഉദ്ദാലകന്റെ ചരിത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാർഷിക സംസ്കൃതി, അതിന്റെ മഹത്വത്തെ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് അക്ഷയ തൃതീയ. അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മചാരികൾക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വെയിൽ കൊണ്ട് അസ്വാസ്ഥ്യം ഉണ്ടാവാതിരിക്കാനായി കുട കൊടുക്കുക അല്ലേ? കാട്ടിലൂടെ പോകുമ്പോൾ കയ്യിലൊരു വടി പ്രധാനമാണ്. വടി കൊടുക്കുക, ദണ്ട് കൊടുക്കുക, ചെരുപ്പ് കൊടുക്കുക, കുടത്തിൽ വെള്ളം കൊടുക്കുക, ദാഹം തീർക്കാൻ, അന്നം കൊടുക്കുക.
നിത്യനിദാനത്തിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും സമ്പത്ത് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് കൊടുക്കുക. അത് ചിലപ്പോൾ രത്നമാവാം. പണ്ട് ശങ്കരാചാര്യൻ എന്ന ബ്രഹ്മചാരിക്ക് ഒരമ്മ വീട്ടിലൊക്കെ തപ്പിയപ്പോൾ, സ്വന്തം ഇല്ലത്ത് തപ്പിയപ്പോൾ ഒന്നും കിട്ടിയില്ല. അവസാനം കൊടുത്തത് എന്താ? ഒരു ഉണങ്ങിയ നെല്ലിക്ക. എൻ്റെ ഉണ്ണി, എൻ്റെ ഈ ഇല്ലത്ത് ദാരിദ്ര്യമാണ്, ഒന്നും തരാനില്ല, എനിക്ക് കിട്ടിയത് ഇതാണ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ നെല്ലിക്ക കൊടുത്തപ്പോ അത് കയ്യിൽ പിടിച്ച് ആ ബ്രഹ്മചാരി ചൊല്ലിയ സ്തോത്രം, അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ. എത്ര മനോഹരമാണ് ആ സ്തോത്രം. സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് ആ ശങ്കരാചാര്യര് ബ്രഹ്മചാരി ഭാവത്തിൽ ചൊല്ലിയതായ ആ മഹത്തരമായിരിക്കുന്ന ആ സ്തുതി അങ്ങോട്ട് കഴിഞ്ഞതും അവിടെയുള്ളതായ നെല്ലിക്ക മരം, സ്വർണ്ണ നെല്ലിക്ക പെയ്ച്ചു, മഴയായി പെയ്ച്ചു എന്നാ പറയും. സ്വർണ്ണ നെല്ലിക്ക അങ്ങോട്ട് ഉതിർന്ന് വീഴാൻ തുടങ്ങിയെന്നാണ് സങ്കല്പം. ഇത് ഐതിഹ്യമാണ്. പക്ഷെ ആ ഐതിഹ്യത്തിൽ മനോഹരമായ ഒരു ദർശനമുണ്ട്. നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്നതല്ല, അത് ആവശ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് കൊടുക്കാൻ മടിയില്ലാതെ ദാനം ചെയ്യാൻ, എൻ്റെ എന്ന് പറഞ്ഞ് കൂട്ടിവെച്ച് അർത്ഥക്കൊഴുപ്പ് കൊണ്ട് അഴുകുന്ന വാക്കുകളായി തീരാതിരിക്കാനുള്ള സന്ദേശം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അക്ഷയതൃതീയ ദിനം ദാനധർമാദികളിലൂടെ നിങ്ങൾ ആചരിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പൊ സ്വർണം വാങ്ങാം, രത്നം വാങ്ങാം, സമ്പത്തുള്ളവരത് വാങ്ങട്ടെ, അതിലെന്താ ഇത്ര തെറ്റ്? അവർക്ക് അക്ഷയമായ ഐശ്വര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് വാങ്ങുന്നു, അത് വിൽക്കുന്നവർക്കും അക്ഷയമായ ഐശ്വര്യം ലഭിക്കുന്നു. ഈ വിൽക്കലും വാങ്ങലും ഒന്നും ആദ്യമായുള്ള ഒരു കാര്യമൊന്നും അല്ലല്ലോ. എത്രയോ പുരാതന കാലം മുതലേ ഉണ്ട്. അത് നമ്മുടെ കയ്യിലുള്ളത് മറ്റൊരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ളത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുക എന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇതിനെ എല്ലാറ്റിനെയും രൂപ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ, നാണയം എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ വിനിയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് ആ സമ്പത്തിന്റെ പേരിൽ അത് വ്യവഹരിക്കാൻ തുടങ്ങി. അത്രയും. അപ്പോൾ ഈ സമ്പത്തും ഐശ്വര്യം ലക്ഷ്മിയാണ്, ഈശ്വരനാണ്. സമ്പത്തിനെ ഈശ്വരനായി കാണുന്നവരാണ് നമ്മൾ. കൊടുത്തു തന്നെയാണ് നമുക്ക് ലഭിക്കുക, കൊടുക്കാത്തവർക്ക് ലഭിക്കുകയില്ല. ഉണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ളതായ പരസ്പരമുള്ളതായ സഹവർത്തിത്വത്തിൻ്റെയും സ്നേഹാദരണത്തിൻ്റെയും ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നതായ മഹിതമായ ഒരു ആശയത്തിൻ്റെയും ഒക്കെ ആ സന്ദേശം പകർന്നു തരുന്ന ഒരു സുദിനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർ യഥാർത്ഥത്തിൽ അവർ അവരെ തന്നെ, അവരുടെ സംസ്കൃതിയെ തന്നെ അപമാനിക്കുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞത് എന്താ? അക്ഷയതൃതീയയുടെ മാഹാത്മ്യം, വൈശാഖ മാസത്തിന്റെ മാഹാത്മ്യം, ഇതിനെയൊക്കെ നമ്മൾ വേണ്ടതുപോലെ ഗ്രഹിച്ചുകൊണ്ട് നമുക്കാവുന്നത്ര എന്തൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്യാം അതൊക്കെ ചെയ്യാം. ഈശ്വരോപാസനകൾ ചെയ്യാം, ദാനധർമാദികൾ ചെയ്യാം. സ്നാനം ദാനം തപോഹോമ സ്വാധ്യായ പിതൃതർപ്പണം യദസ്യാം ക്രിയതേ കിഞ്ചിൽ സർവം സ്യാത് തദിഹാക്ഷയം. എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ അക്ഷയമായി തീരും. അത് സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? ദിവസവും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് നമുക്ക്. കുളിക്കുക, അതുപോലെ തന്നെ കാലത്ത് കുളി കഴിഞ്ഞു വന്നാൽ ചെയ്യുന്നതായ സന്ധ്യാവന്ദനാദി ക്രിയകൾ, ഈശ്വര ഉപാസനകൾ, ജപങ്ങൾ, ഇതൊക്കെ അതിൽ പെടുന്നു. ദാനം, നേരത്തെ പറഞ്ഞു എന്താണ് നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കുന്നത്, അത് ദാനം ചെയ്യാം. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന വിധത്തിൽ സന്തോഷത്തോടു കൂടി വേണം നമ്മൾ ദാനം നിർവഹിക്കാൻ. തപസ് ഈശ്വരോപാസനയാണ്. ഹോമം അഗ്നിയിലേക്ക് നമ്മൾ അർപ്പിക്കുന്നത്, ഏത് ദേവതയെ സങ്കല്പിച്ച് നമ്മൾ അർപ്പിക്കുന്നു അത് ആ ദേവതയ്ക്ക് ലഭിക്കുന്നു എന്നാണ് സങ്കല്പം. സ്വാധ്യായം, പഠിക്കൽ തന്നെയാണ് സ്വാധ്യായം. അത് വേദമാവട്ടെ, പുരാണമാവട്ടെ, സാമൂഹിക ശാസ്ത്രങ്ങളാകട്ടെ, അത് വേണ്ട വിധത്തിൽ പഠിക്കുക. അപ്പൊ കുട്ടികൾക്ക് പ്രധാനമാണ് അല്ലേ? അക്ഷയതൃതീയ ദിവസം ഇരുന്ന് നന്നായി പഠിക്കാൻ പറയാം.
അവർ പഠിക്കുന്നത് എന്തോ അത് ബുദ്ധിയിൽ അക്ഷയമായി തീരും, ഓർമ്മയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും എന്ന് വിചാരിച്ച് അക്ഷയ തൃതീയയ്ക്ക് മാത്രം പഠിച്ചാൽ പോരാ. അതെയോ? അപ്പൊ പഠനത്തിന്റെ മഹത്വം അന്നത്തെ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അക്ഷയം എന്ന വാക്കിന്റെ മഹത്വം എന്താണെന്ന് പറഞ്ഞു തരികയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അക്ഷയമായി തീരണമെങ്കിൽ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി അത് ചെയ്യണം എന്ന സന്ദേശം ഈ സുദിനം നമുക്ക് പകർന്നു നൽകുക. ആദോ കൃതയുഗേസ്യേയം യുഗാദിസ്തേന കഥ്യതേ. അക്ഷയ തൃതീയ യുഗത്തിന്റെ ആദ്യമാണ് എന്നുള്ളത് കൊണ്ട് യുഗാദിയായി അതിനെ കണക്കാക്കുന്നു. അതുകൊണ്ട് യുഗാദിയിൽ വരുന്ന ഏറ്റവും വിശേഷപ്പെട്ട മാസമായി വൈശാഖത്തെയും നമ്മൾ കരുതും. അസ്യാന്തിതമോക്ഷയമുപൈതിഹുതം നദത്തം തേനാക്ഷയാച മുനിഭിഃ കഥിതാ തൃതീയ. ഈ ദിവസം നമ്മൾ എത്ര ദാനം ചെയ്താലും എന്തൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്താലും അത് ക്ഷയിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അന്നത്തെ ദിവസത്തിന് അക്ഷയം എന്ന പേര് മുനീശ്വരന്മാർ കൊടുത്തത് എന്നാണ് പറയുന്നത്. 3 എന്ന സംഖ്യയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? 1, 2, 3. 3 കഴിഞ്ഞാൽ പിന്നെ അനന്തമാണ്. ആ അനന്തതയിലേക്ക്, അനന്തമായിരിക്കുന്ന സൗഖ്യത്തിലേക്ക്, അനന്തമായിരിക്കുന്ന സമ്പത്തിലേക്ക്, ജീവിത പുണ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഈ അക്ഷയ തൃതീയ എന്ന സുദിനം. ഈ സമയങ്ങളിൽ പരശുരാമന്റെ ബിംബം ഉണ്ടാക്കി ചിലർ പൂജിക്കും. പരശുരാമ പൂജ നടത്തും ചില പുരാതന ഗൃഹങ്ങളിൽ. ഇപ്പൊ പരശുരാമന്റെ അവതാരം നടന്ന ദിവസം എന്ന സങ്കല്പമാണ് അതിന് പല അഭിപ്രായങ്ങൾ പല പുരാണങ്ങളിലും തിഥികളുമായിട്ട് ബന്ധപ്പെട്ട് പല ദിവസങ്ങളും പറയുന്നു. എന്തായാലും അക്ഷയ തൃതീയ എന്ന് പറയുമ്പോഴേക്കും നാരദീയ പുരാണം, വിഷ്ണുധർമ്മസൂത്രം മുതലായിരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുവിന് വളരെയധികം പ്രാധാന്യം വരുന്നത് നരസിംഹാവതാരം മുതലായിരിക്കുന്ന അവതാരങ്ങൾ, പരശുരാമാവതാരം, ബലരാമാവതാരം ഒക്കെ നടന്നതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ശാക്തേയന്മാർക്ക് അതിൽ പ്രാധാന്യം മാതങ്കി, അന്നപൂർണേശ്വരി മുതലായിരിക്കുന്ന അവതാരങ്ങളുടെ പ്രാധാന്യം കൊണ്ടാണ്. ഇനി അക്ഷയം എന്ന വാക്ക് ഈ തൃതീയയ്ക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ചൊവ്വാഴ്ചയും ശുക്ല ചതുർത്ഥിയും ഒരുമിച്ച് വന്നാൽ അതിനെ അക്ഷയ ചതുർത്ഥി എന്ന് പറയും. അതുപോലെ തന്നെ ഞായറാഴ്ചയും കറുത്തവാവും ഒരുമിച്ച് വന്നാൽ അതിനെ അക്ഷയ അമാവാസി. അക്ഷയ അമാവാസിയിൽ ശ്രാദ്ധാദി ക്രിയകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, പിതൃകർമ്മങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോഴേക്കും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പുറപ്പെടുന്നവർ നമുക്ക് ചുറ്റും വളരെയധികം ഉള്ളതുകൊണ്ട് ഈ വൈശാഖ മാസത്തെക്കുറിച്ചും അക്ഷയ തൃതീയയെക്കുറിച്ചും നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കി നമ്മുടെ പൂർവികർ പറഞ്ഞു തന്ന ഇത്തരത്തിലുള്ള ഉപാസനകളിൽ മുഴുകി ദാനധർമാദികൾ ചെയ്ത് ജീവിതത്തിൽ ആവുന്നത്ര പുണ്യങ്ങൾ ചെയ്യലാണ് മനുഷ്യ ജീവിതത്തിന്റെ സാർത്ഥകത എന്ന സന്ദേശം നമ്മുടെ ആചരണത്തിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. അധീതി, ബോധം, ആചരണം, പ്രചാരം. അറിവ് പൂർണ്ണമാവുന്നത് 4 അവസ്ഥകളിലൂടെയാണ്. ഒന്ന് അധീതി, സ്വയം പഠിക്കുക. പിന്നെയോ ബോധം, പഠിച്ചത് നന്നായി മനനം ചെയ്യുക. ആചരണം, ആ മനനം ചെയ്ത് യുക്തിയുക്തം അതിനെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിനെ പകർത്തുക. ആ അറിവുകളെ നമ്മുടെ ജീവിതത്തിലെ ആചരണങ്ങളാക്കി തീർക്കുക. അത് ആചരിച്ചുകൊണ്ട് വേണം പ്രചരിപ്പിക്കാൻ എന്നാണ്. ആചരണമാണ് പ്രചാരണമായി പരിണമിക്കുന്നത്. അപ്പം നമ്മൾ ആചരിച്ചാൽ അതിൻ്റെ മഹത്വം നമ്മുടെ വരും തലമുറകൾക്ക് ലഭിക്കും, അവരത് ഉൾക്കൊള്ളും. അപ്പം അതുകൊണ്ട് അക്ഷയ തൃതീയ വളരെ വിശേഷ ദിവസമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലം മുതൽ അക്ഷയ തൃതീയ ദിവസം ഞങ്ങൾ അമ്പലത്തിലേക്ക് ഓടും. അന്ന് പായസം വെച്ച് നേദിക്കണം. നാളികേരം പിഴിഞ്ഞൊഴിച്ച പായസമാണ് അത് നേദിക്കുക. ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നാണ് പറയുക. ആ ഇടിച്ചു പിഴിഞ്ഞ പായസം ബലരാമനെ നേദിക്കാൻ വേണ്ടിയിട്ട് അത് തലേ ദിവസം തന്നെ തുടങ്ങും. പായസം ഉണ്ടാക്കാനുള്ളതായ പാത്രങ്ങളൊക്കെ ഒരുക്കി വെക്കുക, വലിയ ചെമ്പും ചരക്കും അതൊക്കെ ഒരുക്കി വെക്കും.
നേദ്യങ്ങളും ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം കാലത്ത് 3 മണിയാകുമ്പോഴേക്ക് എഴുന്നേറ്റ് ഞങ്ങളെ ഇല്ലത്ത് നിന്ന് വേഗം ഓടിക്കും അമ്പലത്തിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പായസം വെക്കല് കാര്യങ്ങളാണ്. നാളികേരൊക്കെ പിഴിഞ്ഞ് പാലൊക്കെ കുടർച്ചയെടുക്കണം. അങ്ങനെ കുടർച്ചയെടുത്ത പാലും ഇതൊക്കെ ഉപയോഗിച്ച് ആ പായസം വെച്ച് നേദിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങാനായിട്ട് അനവധി ആളുകൾ വരും. ഇവർക്കൊക്കെ ഇത് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അമ്പലത്തിലിരിക്കുമ്പോൾ ചിലപ്പോൾ തൊട്ടടുത്തുള്ളതായ വീടുകളിലെ വയസ്സായ ചില സ്ത്രീകൾ അവർ ആരെങ്കിലും വിടും, ഞങ്ങളെ വിളിക്കും. അപ്പം ഞങ്ങൾ പോവും. ഞങ്ങൾ വേദം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്ക് ദാനം ചെയ്യും. ഒരു പാത്രത്തിൽ ഒരു ചെറിയ വട്ടിയോ എന്തെങ്കിലുമൊക്കെ ആവും. അതിലാണെങ്കിൽ ചക്ക, മാങ്ങ മുതലായിരിക്കുന്ന ഫലങ്ങളുണ്ടാവും. പിന്നെ ഒരു കുടയുണ്ടാവും. പിന്നെ ചിലപ്പോൾ ചിലർ ചെരുപ്പ് തരും. ചിലർ പഴയ കാലത്തെ ഈ മരം കൊണ്ടുണ്ടാക്കിയ മെതിയടി ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ഉണ്ടാക്കി തരും. ഇതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വടി ഉണ്ടാവും. ഇതൊക്കെ ഞങ്ങൾക്ക് ദാനം തരും. ഞങ്ങളതൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ട് തിരിച്ചു വരും. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അക്ഷയ തൃതീയ ഇന്നലെയും ഇനിയാനും തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല. അതിപുരാതന കാലം മുതലേ നമ്മൾ ആരാധിച്ചിരുന്ന ഉപാസനാ പദ്ധതിയാണ്. അത് ജീവിതത്തിൽ മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണ് സാർത്ഥകമാവുന്നത് എന്ന മഹത്തരമായ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. കയ്യിൽ കൂട്ടിവെച്ചിരിക്കാതെ നമുക്ക് ആവുന്നത്ര മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സുകൂടി ഉണ്ടാവണം എന്നുള്ള മഹിതമായൊരു സന്ദേശം നമുക്ക് പകർന്നു തരുന്ന അക്ഷയ തൃതീയ ദിനം നമ്മൾ വേണ്ടതുപോലെ ആ ഉപാസനകളിലൂടെ സഞ്ചരിച്ച് വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം. അതുപോലെ തന്നെ വൈശാഖ മാസം ഗുരുവായൂരപ്പൻ സാക്ഷാൽ ഭഗവതിക്കും സകല ദേവതകൾക്കും വളരെയധികം പ്രാധാന്യമുള്ള ഈ വൈശാഖ മാസത്തിൽ ആവുന്നത്ര ഇത്തരത്തിലുള്ള ഉപാസനകളിൽ കൂടി ദാനധർമാദികൾ ചെയ്ത് യജ്ഞാദികളിൽ പങ്കെടുത്ത് അന്നദാനാദികളിൽ പങ്കെടുത്ത് കൊടുക്കാനും വാങ്ങാനും ഒക്കെയുള്ളതായ ഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈശാഖ മാസത്തിൻ്റെ മാഹാത്മ്യം, അക്ഷയ തൃതീയയുടെ മാഹാത്മ്യം എന്താണ് എന്ന് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ അത് ഭഗവാൻ എന്നോട് ചോദിക്കും, എന്താ അത് പറഞ്ഞു കൊടുക്കാനും. അതുകൊണ്ടാണ് ഞാനത് ഇത്രയും നേരം ഇരുന്ന് നിങ്ങൾക്ക് പകർന്നു തന്നത്. എല്ലാവർക്കും വൈശാഖ മാസ ആശംസകൾ, അക്ഷയ തൃതീയ ആശംസകൾ. രാധാ